ഗൈസ്, എങ്ങനെ നമുക്ക് സ്പൈസി ആയിട്ട് എണ്ണ വഴുതനങ്ങ ഉണ്ടാക്കാം നോക്കാം. വായോ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മളെ പുളിയും വഴുതനങ്ങയും ആണ്. ഞാൻ ഓൾറെഡി ഇത് ചെയ്യണം എന്ന് വിചാരിച്ച സമയത്ത് ഓൾറെഡി ഞാൻ ചെയ്തു പോയി. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങളോട് പറയാണ്. ഉള്ളി, തക്കാളി, കരിവേപ്പില, കടുക്, ജീരകം ഇതെല്ലാം ഇട്ട് നല്ലോണം വാട്ടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചത്. അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. നമുക്കിതിനകത്ത് വേണ്ട ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇച്ചിരി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി കേട്ടോ, ഓപ്ഷനിലാണ്. എല്ലാ പൊടികളും ചേർത്തിട്ട് ലാസ്റ്റ് നമ്മളിത് കൊണ്ടുപോയി നമ്മൾ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഉള്ളി തക്കാളി നല്ലോണം വാടി വരുന്ന ടൈമിലാട്ടോ നമ്മൾ മസാല ഇടുക. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പം ഉള്ളിയൊന്നും വാടിയിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും നല്ലോണം ഇളക്കി കൊടുത്തു. വീണ്ടും നല്ല മിക്സ് ചെയ്ത് ഇളക്കി നല്ല വഴണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മസാലകൾ ചേർക്കാൻ പോയത്. വേറെ ഒന്നുമല്ല ഗൈസ്, തൊണ്ടയ്ക്കൊരു കിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയാനൊരു വിക്കല്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടൊരു കാര്യം, 2 കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ എണ്ണ വഴുതനങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ വഴുതനങ്ങ വേണ്ടത് ആ ഷേപ്പിൽ മുറിച്ചിട്ട് അത് എണ്ണയിലൊന്ന് പൊരിച്ച് വെക്കണം. ഒരുപാട് ഡ്രൈ ആവരുത്, ഒരു ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടും പൊരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം, പുളിവെള്ളം, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ പുളിവെള്ളം. പിന്നെ ഇതുപോലെ ഉള്ളി വരുന്ന സമയത്ത്, വാടി വരുന്ന സമയത്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ മസാലകളും നമ്മൾ ചേർത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ. നല്ലോണം വാട്ടുന്ന നമ്മുടെ ആ പച്ചമണം ഇല്ലേ, ആ പച്ചമണം നമ്മുടെ എല്ലാ ഈ ഉള്ളി, തക്കാളി എല്ലാ മസാലയിലും പിടിച്ച് നല്ലൊരു ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ല മസാല നമുക്ക് ചവയ്ക്കും. ആ ഡ്രൈ ആയി വരുന്ന സമയത്ത്, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഈ പുളിവെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ശകലം ഒഴിച്ചു നോക്കുക. അത് കഴിഞ്ഞ് വീണ്ടും മിക്സ് ചെയ്ത്, പിന്നെ നമുക്ക് വേണം, ഇനി പുളി വേണം എന്നുള്ളവർക്ക് മാത്രം നെല്ലിക്ക പരവരി പുളി എടുത്താൽ മതി കേട്ടോ. ഞാൻ നല്ല മിക്സ് ചെയ്ത് നല്ല ഗ്രേവി കൺസിസ്റ്റൻസിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഓൾറെഡി ഈ കൺസിസ്റ്റൻസി വരുമെന്ന് വിചാരിക്കാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് നമുക്കിപ്പോൾ ഇനി വേണ്ട ഒരു കാര്യം, ഈ ബെല്ലം ഉണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കഷ്ണം ബെല്ലം ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടുക. എനിക്ക് ബെല്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ പഞ്ചസാര, ഷുഗർ ഞാൻ ആഡ് ചെയ്തത്. വേറെ ഷുഗർ ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എരിവ്, പുളി, ഉപ്പ് എല്ലാം ഈക്വലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഷുഗർ ആഡ് ചെയ്തത്. അല്ലാത്തവർക്ക് ബെല്ലം ഉണ്ടെങ്കിൽ ബെല്ലം യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, ചാറ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും വെള്ളം. എനിക്കിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ആവശ്യം ഇവിടെ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ കപ്പിൽ, ആദ്യത്തെ ഒരു കപ്പിൽ ഒരു ഇത്തിരി വെള്ളം എടുത്ത് ഞാൻ ഒഴിച്ചു നോക്കി എനിക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ആവശ്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒഴിച്ച് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടോ വന്നേ. കാരണം പെട്ടെന്ന് കുറുകല്ലോ, ഓൾറെഡി കുറുകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാളംപൊടി വേഗം മസാലകൾ കുറുകിയിരിക്കും. അങ്ങനെ 2.5 കപ്പ് വെള്ളം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2.5 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ല മിക്സ് ചെയ്ത് നല്ല ഇളക്കി കൊടുക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് നമ്മുടെ മസാലകൾ മിക്സ് ആയിട്ടില്ലെങ്കിൽ അവിടെ കട്ട പിടിച്ചെടുക്കും. പിന്നെ കട്ട കുത്തിയൊരു ടേസ്റ്റ് വരില്ല കറികൾക്ക്. അപ്പം നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം നമ്മുടെ കറീൻ്റെ ചാറിലേക്ക് നമ്മുടെ മസാലകൾ കലങ്ങും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് വറ്റുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും. അങ്ങനെ ഇത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, നല്ല തിളയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനമാണ്, തിളച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന് വേണ്ട സാധനമാണ് വഴുതനങ്ങ. നമ്മൾ പൊരിച്ച് വെച്ച വഴുതനങ്ങ ഇതിനകത്ത് ആഡ് ചെയ്തു. എന്നിട്ട് ഞാനത് മൂടി വെച്ചു. ഈ ഒരു ഡാർക്ക്നെസ് കളർ വന്ന ശേഷം ഞാനിത് മൂടി വെച്ചു. ഒരു 35 മിനിറ്റ്സ് ഞാൻ മൂടി വെച്ചിട്ട്, ഒരു 1/2 മണിക്കൂർ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രത്തോളം നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത്, ഞാൻ 2.5 കപ്പ് ഒഴിച്ചുകൊണ്ടാണ് ഞാൻ 35 മിനിറ്റ്സ് ഞാൻ മൂടി വെച്ചത്. മൂടി വെച്ച ശേഷം ഗൈസ് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ദാ ഈ ഒരു ഗ്രേവി സൈഡിൽ ഞാൻ സിമ്മിലാക്കിയിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞ ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതാണ് ലാസ്റ്റ് ഫിനിഷിംഗ്. നോക്കിക്കേ ഗൈസ്, എല്ലാം എണ്ണ തെളിഞ്ഞ്, ഇതാണ് എണ്ണ വെച്ച. അതിനകത്ത് കരിവേപ്പില, കുറച്ച് പച്ച കരിവേപ്പിലൊക്കെ ഇതാക്കി നല്ല ഇത് കൂട്ടി തിന്നുമ്പോണ്ടല്ലോ, ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ കഴിക്കുമ്പോൾ